പൊളിച്ചുമാറ്റുന്ന ട്രഷറിയുടെ പഴയ സ്ട്രോങ് റൂമിലെ തുറക്കാത്ത നിലവറയിൽ എന്തൊക്കെയുണ്ട്? ആകാംക്ഷയ്ക്ക് വിരാമമിട്ട് വടകര സബ് ട്രഷറി ഓഫീസിലെ നൂറ്റാണ്ട് പഴക്കമുള്ള നിലവറ തുറന്നു. ഏകദേശം 1 മീറ്റർ നീളവും 3/4 മീറ്ററോളം വീതിയുമുള്ള ഇരുമ്പ് അറയ്ക്കുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് താലൂക്കിന്റെ ആസ്ഥാന കേന്ദ്രമായിരുന്നു സബ് ട്രഷറി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം. ബ്രിട്ടീഷ് ഭരണകാലത്തെ കറൻസികളും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളും സൂക്ഷിക്കുന്നതിനായാണ് ഇത്തരം ഇരുമ്പറകൾ നിർമ്മിച്ചിരുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ നിലവറ ആരും തുറന്നിരുന്നില്ല. താലൂക്ക് ഓഫീസ് ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തീപിടിച്ച് നശിക്കുകയും ചെയ്തിരുന്നു. 50 വർഷത്തിലധികമായി തുറക്കാതിരുന്ന നിലവറ പഴയ കെട്ടിടം പൊളിക്കുമ്പോഴാണ് നിയമപ്രശ്നം ഉണ്ടായത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത നിലവറ പുതിയ സ്ട്രോങ് മുറി പണിത ശേഷം തുറന്നിട്ടേയില്ല. പഴയതിൽ എന്തൊക്കെയുണ്ട് എന്നും എപ്പോൾ മുതലാണ് ഉപയോഗിക്കാതിരുന്നത് എന്നും അറിയുകയുമില്ല. പണ്ടുകാലത്ത് തുറന്നു കണ്ടവർ ആരും തന്നെ ജീവിച്ചിരിക്കുന്നുമില്ല. മിക്കവാറും കാലിയായി ഇരിക്കാനാണ് സാധ്യതയെന്നാണ് മുൻ ട്രഷറി ജീവനക്കാരൻ പറഞ്ഞിരുന്നത്. കാരണം വർഷങ്ങളായി തുറക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നാൽ തൊട്ടടുത്തുള്ള താലൂക്ക് ഓഫീസ് തീ പിടിച്ചപ്പോൾ പഴയ സ്ട്രോങ് റൂമിൽ നിന്ന് പഴയ കാല മുദ്രകളും നാണയങ്ങളും അപൂർവ ശേഖരങ്ങളും കിട്ടിയിരുന്നു. അതുപോലെ ട്രഷറിയിൽ കാണുമെന്നതാണ് സംശയത്തിന് ഇട നൽകിയത്. പതിറ്റാണ്ടുകളായി തുറക്കാതെ കിടന്ന ഈ നിലവറയ്ക്കുള്ളിൽ അമൂല്യമായ നിധിശേഖരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാരും ഉദ്യോഗസ്ഥരും. താലൂക്ക് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന ഈ കെട്ടിടം മുൻപ് തീപിടിച്ച് നശിച്ചിരുന്നു. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന്റെ ജോലികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് നിലവറ തുറക്കാൻ തീരുമാനിച്ചത്. പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പഴയ കെട്ടിടം പൊളിച്ചുമാറ്റുന്ന പ്രവർത്തികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അമൂല്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ നിലവറയ്ക്കുള്ളിൽ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഏവരും. വെള്ളിയാഴ്ച രാവിലെ 11:20 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം നിലവറ പൊളിച്ച് പരിശോധന നടത്തിയത്. പണ്ടുകാലത്ത് കള്ളന്മാരിൽ നിന്നും രക്ഷപ്പെടാനായി ഇത്തരം ഇരുമ്പറകൾ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്നതായി അസിസ്റ്റന്റ് ജില്ലാ ട്രഷറി ഓഫീസർ ടി അബ്ദുൾ റഷീദ് പറഞ്ഞു. കോഴിക്കോട്, പുതിയറ, വയനാട്, വൈത്തിരി, ഇടുക്കി, ദേവികുളം ട്രഷറി ഓഫീസുകളിലും ഇത്തരം ഭൂഗർഭ നിലവറകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ട്രഷറി വകുപ്പിന്റെ പുരാവസ്തു ശേഖരത്തിലേക്ക് ഇവ മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വടകര RTO അൻവർ സാദത്ത്, ആർക്കിയോളജിസ്റ്റ് ജീവ മോൾ, വടകര സബ് ട്രഷറി ഓഫീസർ അജിത് കുമാർ, തഹസീൽദാർ D രഞ്ജിത്ത്, വടകര SI വിനീത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിലവറ തുറന്നത്.